സത്യം പറഞ്ഞ പ്രഭയെ ആദ്യം കണ്ടപ്പോ എനിക്കൊരു എന്താ പറയുക ഇറിറ്റേഷനാണ് തോന്നിയത്. ചേട്ടാ മറന്നുപോയ അമ്പലവഴിയിൽ പക്കമേളക്കാരെ ഇളക്കി വിട്ട് എന്നെ കളിയാക്കിയത്. തെരുക്കൂത്തുകാരി, വായാടി എന്നൊക്കെ മനസ്സ് വിളിച്ചു. എന്നിട്ട് പിന്നെ തിരുമേനിയുടെ മുമ്പിലുള്ള ആ പെർഫോമൻസ് അതെനിക്ക് ഇഷ്ടായി. പക്ഷെ അവിടെ വെച്ച് അത് പുറത്ത് കാണിച്ചൂടല്ലോ. എന്നിട്ട് പിന്നീടാണ് ആ രാത്രി വന്നത്. നട്ടുവന്റെ മുന്നിൽ ആ നൃത്തം ആടി നിന്ന പ്രഭ എന്ന കലാകാരി എനിക്ക് എത്തിപ്പിടിക്കാവുന്നതിലും എത്രയോ ഉയരായിരുന്നു. അയ്യോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോ നമ്മളിങ്ങനെ ചേർന്ന് നടക്കുമ്പോ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു, ഉത്സവരാത്രിയിൽ കാഴ്ചക്കാരെ രസിപ്പിച്ച് രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകാനല്ല നമ്മൾ വന്നത്. ഈ കണ്ണുകൾ പറയുന്നുണ്ടല്ലോ എൻ്റെ മനസ്സ് എപ്പോഴേ വായിച്ചു കഴിഞ്ഞു. എന്താ പതിവില്ലാതെ രണ്ടാളും കൂടെ ഒരുമിച്ച്? വെറുതെ. വടക്കുംപുറവും തെക്കുംപുറവും തമ്മിൽ യോജിപ്പായിരുന്നുണ്ടോ? ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുക നല്ല സുഖാണല്ലേ, ഈ പുഴയും കാറ്റും. എന്റെ അമ്മാളും എന്റെ പുഴയായത്. ഈ പുഴ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഓരോ ഉത്സവത്തിനും വയ്യാണ്ടായ കാലത്ത് ഞാനിങ്ങനെ കിതച്ചു വലിഞ്ഞു വരുമോ? അമ്മാളോ? ആരാത്? എന്റെ ഭാര്യ. ഭാര്യ മാത്രമായിരുന്നില്ല, അമ്മാളും എന്റെ എല്ലാം ആയിരുന്നു. 10-20 വർഷം മുമ്പാ. എന്നിട്ടും മറക്കാൻ പറ്റണില്ലേ? എല്ലാം പോയി. പണ്ട് ഞാനും അമ്മാളും കൂടി ഇതിലെങ്ങനെ നടക്കുമായിരുന്നു. വിധിയെ തടുക്കാൻ ആർക്കാ കഴിയ? ഒരീസം നോക്കുമ്പോ എന്റെ അമ്മാളും എന്റെ ശരീരം പുഴയിലങ്ങനെ പൊന്തിക്കിടക്കണു. ദുർമരണ. ശുദ്ധി കലശം ഇന്ന് തന്നെ തീരില്ലേ? ആ, ഇക്കുറി കലശം എന്താൻ ആർക്കാ നോമ്പ്? നമ്മുടെ നമ്പീശനാ വ്രതമൊക്കെ തുടങ്ങി. ഓ, ആ കൂത്തുകാരും പാട്ടുകാരും ഒക്കെ റിഹേഴ്സലൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല, ആളിങ്ങ് എത്തിയല്ലോ. എങ്ങോട്ടാ? പച്ചപ്പൊട്ടും. പച്ചപ്പൊട്ടോ? അശ്വതിക്ക് പച്ചപ്പൊട്ട് വേണമെന്ന് വാങ്ങും. ഇപ്പോട്ടെ. അയ്യോ എടോ, വാവ് അടുക്കാറായിന്ന് തോന്നുന്നുണ്ട്. എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കണേ? എന്താ പച്ചപ്പൊട്ട് വേണം പച്ചപ്പൊട്ട് വേണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയതാ എന്തോ പ്രശ്നമുണ്ടെന്ന്. പുഴയെടുത്തൂടി പഠിക്കാനാണെന്ന് പറഞ്ഞു, പ്രേമിക്കായി വീട്ടിൽ ചോദിക്കാനും പൊട്ട് തന്നിട്ടേ പോവുള്ളൂ കേട്ടോ. ഇപ്പൊ വരാം. അശ്വതി തെളിമേ അകത്തേക്ക് വന്നോട്ടെ. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇരുന്നോട്ടെ. ഒരു പൊട്ട് തൊട്ടുതരാട്ടോ.
ശങ്കര, മാധവൻകുട്ടി, ഒരെണ്ണത്തിനും വിളിച്ചാ കാണില്ല അത്യാവശ്യ സമയത്തിന്. ഇദ്ദേഹം ഒന്ന് സമാധാനമായിട്ട് ഇരുന്നട്ടെ. 4 ഭാഗത്തേക്ക് ഞാൻ ആളിനെ വിട്ടിട്ടുണ്ട്. മാറിയിക്കോട്ടെ അങ്ങോട്ട്. അസത്തെ നിന്റെ മേലൊക്കെ തെരുവില് തറവാട്ടി കയറി കളിച്ചാലുണ്ടല്ലോ എന്റെ കാലിന്റെ മുട്ടിയാൻ തല്ലി ഓടിക്കും പറഞ്ഞേക്കാം.